ഹലോ എവ്രി വൺ, അവർ ഓൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ന്യൂസിലൻഡിലെയും ഓസ്ട്രേലിയയിലെയും ഒക്കെ കാര്യം പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. എങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരു നേഴ്സ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കുവൈറ്റ് MOHൽ റീജോയിൻ ചെയ്തൊരു നേഴ്സാണ്. ഞാൻ അവരെ പരിചയപ്പെടാനിടയായി. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കാതെ ഇങ്ങോട്ട് പോരാനുള്ള കാരണമെന്ന്. അവരവിടെ ജോലിക്ക് ജോയിൻ ചെയ്തിരുന്നില്ല, പക്ഷേ ഇവിടെ നിന്ന് OET എല്ലാം പാസ്സായി അവിടെ പോയി ക്യാപ്പും ഓസ്കിയും എല്ലാം പാസ്സായി എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. തിരികെ നാട്ടിൽ വന്നതിന് ശേഷം കുവൈറ്റ് MOHൽ റീജോയിൻ ചെയ്തിരിക്കുകയാണ്. സാധാരണ ഗതിയിൽ ആരും തന്നെ ഇത്രയും എഫേർട്ട് എടുത്തതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടും ഞാൻ പല ആളുകളോടും ചോദിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇവരോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുമാത്രവുമല്ല, നിങ്ങൾ എത്ര എക്സ്പെൻസൊക്കെ ആയിട്ടുണ്ടാവും, കുറേ എക്സ്പെൻസായി കാണും തീർച്ചയായിട്ടും. 3 മാസം ന്യൂസിലൻഡിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പെൻസ് ആയിട്ടുണ്ട്. പിന്നെ അതുമാത്രവുമല്ല, ഏജൻസി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 10-15 ലക്ഷം രൂപയായി എന്നാണ് അവർ എന്നോട് അപ്രോക്സിമേറ്റ്ലി പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ച് കുവൈറ്റിലേക്ക് വരാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടികൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. പക്ഷേ ഞാൻ ഒന്ന് തിരിച്ച് ചിന്തിക്കാതിരുന്നില്ല. കാരണം ഈ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല, അല്ലെങ്കിൽ അവിടെ ചെന്ന് നിന്നതിന് ശേഷമാണോ ഈ റിയലൈസേഷനൊക്കെ വന്നതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പല ആളുകളും അങ്ങനെയാണ്. പക്ഷേ എല്ലാവരുടെയും കൂടെ ഒരു ഓളത്തിൽ നമ്മളും പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നാമത്, കുവൈറ്റ് MOHലായിരുന്നു. അവരുടെ ഹസ്ബൻഡും മെഡിക്കൽ ഫീൽഡിൽ തന്നെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടുപേരും MOHലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവർ അവിടെ ചെന്ന് ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ എവിടെ ആയിക്കോട്ടെ അവിടെ ചെന്ന് ഒരു ജോലി ഇവർ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഭർത്താവിന് വീണ്ടും എക്സാമൊക്കെ എഴുതി പാസ്സായില്ല എങ്കിൽ ഹസ്ബൻഡിന് ഒരു RN അവിടെ ജോലി ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഹസ്ബൻഡിന് അങ്ങനെയൊന്നും ഇനി എക്സാം എഴുതി പാസ്സായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ പേരൻസ് എല്ലാം നാട്ടിൽ പ്രായമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പേരൻസുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ കാരണം അവർക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ നാടുമായിട്ടുള്ള ഒരു ബന്ധം വളരെ കുറഞ്ഞു പോകും. നാട്ടിലേക്ക് പോയി വരാനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് എന്നുള്ളത് കാര്യം അവർ പറയുകയുണ്ടായി. പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് കേരളത്തിലേക്ക് താല്പര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാം. അറ്റ് പ്രസൻറ്റ് അവർക്ക് കുവൈറ്റിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി റിട്ടയർമെൻറ്റ് ഏജ് വരുമ്പോഴത്തേനും കേരളത്തിലോട്ട് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ യങ് ഏജിൽ തന്നെ അവരിങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാമെന്നവർ വിചാരിച്ചത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ അങ്ങനെ ഈ രാജ്യങ്ങളിലേക്ക് ഇനി തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞു, നമ്മൾ കുവൈറ്റിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സോഷ്യൽ ലൈഫും അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പ്രത്യേകിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരിലൊരാളാകാനായിട്ട് സിറ്റിസണൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടി നമ്മളുടേതായിട്ടുള്ളൊരു കൾച്ചറും കാര്യങ്ങളും ഐഡൻറ്റിറ്റിയൊക്കെ കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത നമുക്കിവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഈസി ആയിട്ടൊരു ലൈഫ്, നമുക്കിവിടെ കിട്ടുന്ന ഫ്രഷ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിലും നമ്മൾ വാങ്ങാൻ കിട്ടുന്ന മറ്റു പല കാര്യങ്ങളും ഫ്രോസൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എല്ലാവർക്കും അത്ര റീസണബിൾ ആയിട്ടുള്ള ഒരു റീസൺ ആണോ എന്നറിയത്തില്ല. എങ്കിൽ പോലും ആ കുട്ടി പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ ഹസ്ബൻഡും വൈഫും ഒരേ ഫീൽഡിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈഫ് 3 ദിവസം വർക്ക് ചെയ്തു അല്ലെങ്കിൽ 4 ദിവസം വർക്ക് ചെയ്തു, അടുത്ത 3 ദിവസം ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു. അപ്പോൾ അവർക്ക് തമ്മിൽ കാണാനുള്ള ഒരു സമയവും അവരുടെ ഫാമിലി ടൈമൊക്കെ ഒത്തിരി കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 3 ഡേയ്സ് ജോലിയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും വീണ്ടും തിരിച്ച് അവരുടെ ഹസ്ബൻഡ് മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ അവർക്ക് ഓൾട്ടർനേറ്റ് ഷിഫ്റ്റ് എടുക്കും. കുട്ടികൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇവിടെയാണെങ്കിൽ 7 to 2 ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ നൈറ്റ്
ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും ഒന്നും ഇല്ലാത്തൊരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് അതിന് ശേഷമുള്ള ടൈം അവർക്ക് ഫാമിലിയോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ എന്നോട് ഷെയർ ചെയ്തത്. അവർ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിലും അവർ പറഞ്ഞതായതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിലേക്കുള്ള ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഒക്കെ വളരെ കുറവാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസും വളരെ കുറവാണ് സീസൺ അനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പലരോടും ഇങ്ങനെ ഫീഡ്ബാക്കൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ അവിടെ പോയിട്ടില്ലല്ലോ എന്നൊക്കെ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ UK-യിലുള്ളൊരു സിസ്റ്ററിനോട് ചോദിക്കുകയുണ്ടായി. അപ്പം പുള്ളിക്കാരി പറയുകയാണ്, നമ്മൾ എവിടെയാണ് കംഫർട്ടബിൾ, നമ്മളുടെ ബേസിക് നീഡ്സ് നെസസിറ്റീസ് എവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ അവിടെ നിൽക്കുകയാണ് നമ്മൾ കംഫർട്ടബിളാണ്, കണ്ടൻറ്റാണ്, നമ്മൾക്കിവിടെ സംതൃപ്തി ഉണ്ട് എങ്കിൽ ആ രാജ്യത്ത് അവിടെ നിൽക്കുകയാണ് എപ്പോഴും നല്ലത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരി പറയുകയുണ്ടായി. അത് ശരിക്കും ഞാൻ വിചാരിച്ചു ഒരു മനസ്സിൻ്റെ ഒരു കാര്യം കൂടിയാണ്. മിക്കവാറും ആളുകൾക്ക് പ്രയോറിറ്റീസ് പലതുമായിരിക്കും. പക്ഷേ മറ്റുള്ളവർ പോകുന്നത് കണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ റിഗ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില ആളുകൾ അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ, അവർക്ക് ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെന്ന് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾക്കിപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമോ ഒന്നും തന്നെ ഇല്ല. നമ്മൾക്ക് ചിലപ്പോൾ മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടി വരും നമ്മളുടെ വർക്ക് പ്ലേസിൽ എത്താനായിട്ട്. നമ്മളൊരു കാറൊക്കെ വാങ്ങി സെറ്റിലാകുന്നതിന് ശേഷമുള്ളൊരു കാര്യമല്ല ഞാനീ പറയുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾക്കറിയാം, നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. കുവൈറ്റ് വളരെ ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് എവിടെയും യാത്ര ചെയ്ത് പോകാനുള്ള സൗകര്യം വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് നേഴ്സസിന് ഒരുപാട് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ നമ്മളെ എടുക്കുകയും ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ആദ്യമായിട്ട് പോയ ആളുകൾ കുറേ നടന്നും ബസ്സിൽ കയറിയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഒരുപക്ഷെ പുള്ളിക്കാരിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കാണുകയില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് കുവൈറ്റ് MOHൽ വളരെ കംഫർട്ട് സോണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അങ്ങനെയല്ല, ഓരോരുത്തരും കിട്ടുന്ന അനുസരിച്ചാണ്. കുവൈറ്റ് MOHലാണെങ്കിൽ പോലും ജോലിയുടെ ഭാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഇവിടെ ഇതുപോലെ തന്നെ വളരെ കംഫർട്ട് സോണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ പുള്ളി ഇങ്ങനെ രാജ്യത്ത് പോയതിന് ശേഷം ആദ്യത്തെ ഒരു വർഷം എന്ന് വിളിച്ചാലും പുള്ളി വളരെ സങ്കടത്തോടു കൂടെ ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെ റിഗ്രറ്റ് ആയിരുന്നു പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം. പക്ഷേ ഇപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവിടെ ഒരു സോഷ്യൽ സർക്കിളൊക്കെ പുള്ളി ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് പുള്ളി ഇപ്പോൾ ആ ഒരു അങ്ങനെ ഒരു, അതായത് ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജീവിച്ച് ഇനിയിപ്പോൾ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുവൈറ്റ് പോലെ വളരെ മലയാളികൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ പുള്ളിക്കാരനെ കൊണ്ട് ഇനിയൊരു സാധ്യതയില്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, എവിടെയാണോ അവിടവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള മലയാളികളുടെ ഒരു കഴിവ് വളരെ കൂടുതലാണ്. അപ്പോൾ കുവൈറ്റിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഏത് രാജ്യത്താണെങ്കിലും നമുക്കറിയാം മലയാളികളുടെ സാന്നിധ്യം വളരെ വലുതാണ്. അപ്പോൾ അത്രയൊന്നും ഒരു മലയാളികളുടെ സാന്നിധ്യം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയാൽ വളരെ വളരെ കുറവാണ്. UK-യിലൊക്കെ ഇപ്പോൾ ഒരുപാട് മലയാളികൾ ചെന്ന് ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും നമ്മളുടെ നെയ്ബർഹുഡ് അത്രമാത്രം മലയാളികളാൽ ഉണ്ടായിരിക്കുമോ എന്നറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വളരെ ഐസൊലേഷൻ അനുഭവപ്പെടുകയും പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നും പിന്നെ ഒരു തിരക്ക് പിടിച്ച ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, വർഷങ്ങൾ കഴിയും തോറും നമ്മൾ പോകുന്ന ആ സ്ഥലത്തെ മറന്നുകൊണ്ട് ആദ്യമുണ്ടായ ഇനീഷ്യൽ സ്ട്രഗിളെല്ലാം മറന്ന് പിന്നെ നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്തെ കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മലയാളികളുടെ ഒരു കഴിവ് വളരെ വളരെ വലുതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും നമ്മളുടെ ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾ അനുസരിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും പോകുന്നത് കണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തേങ്ങലോട് കൂടെ പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പോകുന്നവർ ചിലപ്പോഴൊക്കെ റിഗ്രറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചില ആളുകളുണ്ട്, എല്ലാവരും എഴുതി പാസ്സായി, അവരും എഴുതി അവരും പാസ്സായി, അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി, ഇനി കളയുന്ന എന്തിനാണ് എന്നുള്ളൊരു മനസ്സിലുള്ള വളരെ വിഷമത്തോടു കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില ആളുകളാകട്ടെ ഇതെല്ലാം
കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചില റിയാലിറ്റീസ് മനസ്സിലാക്കി അവരിതെല്ലാം ഡ്രോപ്പ് ഔട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പല ആളുകളെ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള പല വിചാരങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചതാണ്, 10 വർഷം കൂടെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുവൈറ്റ് MOH ജോലി ചെയ്യാൻ നമ്മൾക്ക് തരുന്ന ഒരു ഏജ് അനുസരിച്ച് നമ്മൾക്കിവിടെ നിന്നതിന് ശേഷം നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കും. കാരണം എന്താ എന്ന് പറഞ്ഞാലും ഇത്രയും വർഷങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിന്നതിന് ശേഷം നാട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശേഷം ദൈവം ആയുസ്സും ആരോഗ്യവും തരുവാണെങ്കിൽ അന്ന് അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം നമ്മൾ അനുഭവിക്കുന്നതാണോ? ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 12-15 ഇയേഴ്സ് വേറൊരു രാജ്യത്ത് പോയി ഇപ്പോൾ നിൽക്കുന്ന കംഫർട്ട് സോൺ, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലിയാണ് കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ബെഡ് സൈഡ് നഴ്സിങ്ങിനേക്കാളും. അപ്പോൾ ആ ജോലി വിട്ടതിന് ശേഷം നമ്മൾ പുതുതായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു പക്ഷേ ഇതിനേക്കാൾ വളരെയധികം ഹാർഡ് വർക്കൊക്കെ ആയിരിക്കാം. ആ ഒരു ഹാർഡ് വർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ആ അധ്വാനമാണോ, ഏതാണ് കൂടുതൽ നല്ലതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് കേരളത്തിൽ നമ്മൾ സമാധാനമില്ലാതെ സ്പെൻഡ് ചെയ്യുന്നതാണോ, അതെയോ സമാധാനത്തോടു കൂടെ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി അല്പം ഫിസിക്കലായിട്ടുള്ള കഷ്ടപ്പാട് അനുഭവിച്ചാൽ പോലും അങ്ങനെയുള്ള അനുഭവിക്കുന്നതാണോ നല്ലത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ചില ആളുകളുടെ മക്കൾ വളരെ നിർബന്ധം പിടിക്കാറുണ്ട് അവർക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നും പോയി ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റുകയില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. മക്കൾക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല. വളരെ ഒരു ലൂക്ക് വാമായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ചിലപ്പോൾ അവരുടെ പ്രോസസ്സിങ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം ചിലപ്പോൾ കംപ്ലീറ്റ്ലി അവരൊന്നും നോക്കാതെ ഇതെല്ലാം ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട്. ചില ആളുകളാകട്ടെ, അയ്യോ ഞാൻ ഇതെല്ലാം ചെയ്തതാണല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടതാണല്ലോ, OET എഴുതി പാസ്സാകാൻ എന്ത് കഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ NCLEX എഴുതാൻ എന്തോരം കഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ കിട്ടാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ കളയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചുകൊണ്ട് വീണ്ടും അവരിങ്ങനെ ഡബിൾ മൈൻഡഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരെ എനിക്കറിയാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.